ഖത്തറിനും ബഹ്റൈനും ഇടയിൽ പുതിയ ഫെറി സർവീസ് ആരംഭിച്ചു. ഖത്തറിന്റെ വടക്ക് ഭാഗത്തുള്ള അൽ റുവൈസ് തുറമുഖത്തെയും ബഹ്റൈനിലെ സമദ മറീനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ സമുദ്രയാത്രാ പാത തുറന്നത്. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കിടയിലെ യാത്ര സുഗമമാക്കാനും പ്രാദേശിക ബന്ധം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പുതിയ ഫെറി സർവീസ് ആരംഭിച്ചത്. ബഹ്റൈനിലെ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഖത്തർ ഗതാഗത മന്ത്രാലയം പദ്ധതി നടപ്പിലാക്കുന്നത്. ഖത്തർ ഗതാഗത മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽദാനിയും ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫയും പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതും GCC രാജ്യങ്ങൾക്കിടയിലെ സഹകരണവും സാമ്പത്തിക ഐക്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വിപ്ലവകരമായ ചുവടുവയ്പ്പാണ് ഈ പദ്ധതിയെന്ന് ഖത്തർ ഗതാഗത മന്ത്രി പറഞ്ഞു. ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി ദുബായിലെ പ്രശസ്തമായ കുടുംബ ആകർഷണ കേന്ദ്രം ദുബായ് ഗാർഡൻ ഗ്ലോ പകൽ സമയത്തും സന്ദർശകരെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നു. രാത്രിയിൽ മാത്രം പ്രകാശം ചൊരിഞ്ഞിരുന്ന ഈ വിസ്മയ പാർക്ക് ഇനി മുതൽ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 9 വരെ തുറന്നു പ്രവർത്തിക്കും. 10 സീസണുകൾക്ക് ശേഷം പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഗാർഡൻ ഗ്ലോ ഇപ്പോൾ സബീൽ പാർക്ക് ഗേറ്റ് 3-ലെ ദുബായ് ഫ്രെയിമിനടുത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഈ പുതിയ മാറ്റം പാർക്കിന് ഒരു പുതിയ അധ്യായം കുറിക്കും. കേവലം സായാഹ്ന കാഴ്ച എന്നതിൽ നിന്ന് മാറി ദിവസം മുഴുവൻ ആസ്വദിക്കാവുന്ന അനുഭവമാണ് ഇത്തവണ പാർക്ക് ഒരുക്കുന്നത്. പുതിയ ആകർഷണങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്ത് ഡൈനോസർ പാർക്കും ഒപ്പം പുതിയ ഫാന്റസി പാർക്കും ഉൾപ്പെടുന്നുണ്ടെന്ന് സംഘാടകർ സ്ഥിരീകരിച്ചു. സന്ദർശകർക്ക് ഒരൊറ്റ ടിക്കറ്റിൽ 2 വിസ്മയ ലോകത്തേക്ക് പ്രവേശനം ലഭിക്കും. അടുത്ത വർഷം കുടുംബവർഷമായി ആചരിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. എമിറാത്തി കുടുംബങ്ങളുടെ വളർച്ച സംബന്ധിച്ച ദേശീയ അജണ്ടയുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും UAE-ലെ പൗരന്മാരിലും താമസക്കാരിലും സമൂഹബോധം ഊട്ടിയുറപ്പിക്കുന്നതിനുമായാണ് ഈ സുപ്രധാന പ്രഖ്യാപനം. അബുദാബിയിൽ നടന്ന ഗവൺമെന്റിന്റെ വാർഷിക സമ്മേളനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത്. ഫെഡറൽ, പ്രാദേശിക അതോറിറ്റികളുടെ നേതാക്കളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഈ പ്രഖ്യാപനം കുടുംബ ഐക്യവും ശക്തമായ കുടുംബ ബന്ധങ്ങളും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഒരു സമൃദ്ധമായ സമൂഹത്തിന്റെ അടിസ്ഥാന തൂണുകളാണ് ഈ ബന്ധങ്ങൾ. സഹകരണം, ആശയവിനിമയം, സൗഹൃദം എന്നീ മൂല്യങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതിന്റെ ആവശ്യകതയിലും ഈ തീരുമാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എമിറാത്തി കുടുംബത്തിന്റെ വളർച്ച നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി, നമ്മുടെ ദേശീയ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസിഡന്റ് ഊന്നി പറഞ്ഞു. NTV UAE to the world.